أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك بالحق بشيرا ونذيرا وإن من قرية إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1504 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير ثم أخذت الذين كفروا فكيف كان نكير. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആയത്തുകളാണ് ഈ 3 ആയത്തുകളും. അതിന്റെ തൊട്ടു മുമ്പായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ അള്ളാഹു വിവിധങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ദൈവിക ദൃഷ്ടാന്തങ്ങൾ എന്ന വിധത്തില് പരാമർശിക്കുകയായിരുന്നു. അതിൽ നമ്മൾ അവസാനം വായിച്ച ഭാഗത്ത് അന്ധതയുള്ള ആളും കാഴ്ചശേഷിയുള്ള ആളും ഒരുപോലെ ആവുകയില്ല, ഇരുട്ടും അല്ലെങ്കിൽ ഇരുട്ടുകളും വെളിച്ചവും ഒരുപോലെ ആവുകയില്ല, തണലും ചുട്ടുപൊള്ളുന്ന അവസ്ഥയും ഒരുപോലെ ആവുകയില്ല, അതുപോലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒരുപോലെ ആവുകയില്ല തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ആയാത്തുകളെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആ ജീവിത വെളിച്ചം, ആ മാർഗദർശനം, അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ യഥാർത്ഥ ആ നിലപാട് കാണിക്കുന്നത് അവരുടെ അന്ധതയും ബധിരതയും അതുപോലെ അവരുടെ മൃതാവസ്ഥയും ഒക്കെയാണ്. കേൾക്കാത്തവരും കാണാത്തവരും ജീവനില്ലാത്തവരും എന്ന വിധത്തിലാണ് ഈ ആളുകൾ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അവൻ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്. മരിച്ച് മറമാടപ്പെട്ടു പോയ ഖബറിടങ്ങളിലുള്ളവരെ കേൾപ്പിക്കുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. അങ്ങനെ എല്ലാവരെയും കാതുപിടിച്ച് ഉയർത്തി കേൾപ്പിക്കുക എന്നതല്ല താങ്കളെ ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഒരു താക്കീതുകാരൻ എന്നുള്ള നിലക്ക്
പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ അറിയിക്കുകയും ഉണർത്തുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നതാണ്. ഒരു നദീർ എന്ന നിലക്കാണ് താങ്കൾ ദൗത്യം നിർവഹിക്കേണ്ടത് എന്ന കാര്യമാണ് അള്ളാഹു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠന വിധേയമാക്കിയിട്ടുള്ള ആയത്തുകളിലായിട്ട് വ്യക്തമാക്കുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമിതമായി വൈകാരികത കാണിച്ചുകൊണ്ട് ദൗത്യ നിർവഹണം എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്ന വിധത്തില് വല്ലാത്ത വ്യഗ്രതയും അതുപോലെ വൈകാരികതയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സ്വയം നശിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നതും നേരത്തെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പൊ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത, വിലയിരുത്താനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരുക്കമൊക്കെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ വെളിപ്പെടുത്തലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാർഗദർശനം പ്രയോജനപ്പെടുകയുള്ളൂ. ആ ഒരു യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ താങ്കള് ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ച 3 ആയത്തുകൾ വരുന്നത്. അതിൽ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇന്നാ അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ. ഈ ഭാഗം തുടങ്ങുന്നത് അങ്ങനെയാണ്. ഇന്നാ അർസൽനാക, നിശ്ചയമായിട്ടും നാം താങ്കളെ നിയോഗിച്ചയച്ചിരിക്കുന്നു, ബിൽ ഹഖ്, സത്യവുമായിട്ട്. സത്യം ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി താങ്കളെ ദൂതനായിട്ട് നാം നിയോഗിച്ചയച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. താങ്കളുടെ ദൗത്യം ഇതാണ്, റിസാലത്തുൽ ഹഖ്, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അവരെ നിർബന്ധിച്ച് ഏതെങ്കിലും ദിശയിലേക്ക് നയിക്കുക എന്നതൊന്നും താങ്കളുടെ ചുമതലയിൽ പെട്ടതല്ല. റിസാലത്ത് നിർവഹിക്കുക എന്നതാണ് അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഇന്നാ അർസൽനാക ബിൽ ഹഖ്, സത്യവുമായിട്ടാണ് താങ്കളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത്. 2 റോളിലാണ് താങ്കൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത്. ബഷീറം വനദീറ, സന്തോഷ വൃത്താന്തം നൽകുന്നവനായിക്കൊണ്ടും താക്കീത് നൽകുന്നവനായിക്കൊണ്ടുമാണ് ഈ സത്യപ്രബോധനം അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് താങ്കൾ നിർവഹിക്കേണ്ടത്. ബഷീറം വനദീറ, അള്ളാഹുവിന്റെ വ്യവസ്ഥിതിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവന് വിധേയത്വം കാണിച്ചുകൊണ്ട്, അവനോട് വിധേയത്വം കാണിച്ചുകൊണ്ട് അവന് സമർപ്പിച്ചവനായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് സന്തോഷ വാർത്തയാണ്. അവർക്ക് അന്തിമ വിജയം കൈവരിക്കാൻ സാധിക്കും. അള്ളാഹുവിന് വളരെ തൃപ്തിപ്പെട്ട ആളായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങാൻ കഴിയും എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സന്തോഷ വാർത്തയായിട്ട് ആളുകളെ അറിയിക്കാനുള്ളത്. താക്കീത് നൽകാനുള്ളത്, അള്ളാഹുവിനെ ധിക്കരിക്കുകയും അവന് വിധേയപ്പെടാൻ കൂട്ടാക്കാത്ത വിധത്തില് തോന്നിയ വിധം ജീവിച്ചു മുന്നോട്ട് പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഏറ്റുവാങ്ങി ഏറ്റവും കഠോരമായ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളായി തിരികെ പോകേണ്ടി വരും എന്ന കാര്യമാണ്. ഇതാണ് താക്കീതായിട്ട് നൽകാനുള്ളത്. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുകയാണ്, വ ഇമ്മിൻ ഉമ്മത്തിൻ, ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല, ഇല്ലാ ഖലാ ഫീഹാ നദീർ, അവരിലേക്ക് ഒരു താക്കീതുകാരൻ നിയോഗിക്കപ്പെട്ടു കൊണ്ടല്ലാതെ എന്നാണ്. പിന്നിട്ട സമൂഹങ്ങളിൽ എല്ലാ സമുദായങ്ങളിലേക്കും അള്ളാഹു താക്കീതുകാരനെ നിയോഗിച്ച് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു താക്കീതുകാരൻ ഏത് പ്രദേശത്തേക്ക് അയാളുടെ പ്രവർത്തന
മേഖല എത്രത്തോളം വ്യാപ്തിയുള്ളത്, അയാളുടെ ദൗത്യ നിർവഹണത്തിന്റെ കാലയളവ് എത്രത്തോളം, എത്ര കാലത്തേക്കാണ് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ പരിഗണനയിൽ ആ സമൂഹം ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള സംഗതികളൊന്നും അള്ളാഹു അങ്ങനെ വ്യക്തമായി വെളിപ്പെടുത്തി തരുന്നൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊരു സംവിധാനമുണ്ട്, അത് പ്രവർത്തനക്ഷമവുമാണ്. എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവിക സന്ദേശം എത്തിക്കുന്നതിനായിട്ട് താക്കീതുകാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ഒരേ കാലഘട്ടത്തിൽ തന്നെ പലയിടങ്ങളിൽ താക്കീതുകാർ വന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു താക്കീതുകാരൻ, ഒരു ദൂതൻ വന്നു പോയതിന് ശേഷം ദീർഘമായ കാലം താക്കീതുകാരുടെ സാന്നിധ്യമില്ലാതെ കടന്നുപോയതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ അള്ളാഹു ഒരു മാനദണ്ഡം സ്വീകരിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. ഒരു ദൂതനെ ഒരു നാട്ടിലേക്ക് നിയോഗിച്ച് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സന്ദേശം എത്രത്തോളം വ്യാപ്തിയിൽ എത്തുമോ എന്ന ഒരു പരിഗണനയാണ് അദ്ദേഹം ഏതൊക്കെ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദേശം എത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രദേശത്തെ ആളുകൾക്ക് ഉപകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം നിയോഗിച്ചയക്കപ്പെട്ടിരിക്കുന്നത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ അദ്ദേഹത്തിന്റെ സന്ദേശം, അതുപോലെ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ദൈവിക വേദഗ്രന്ഥം, ഇതൊക്കെ തന്നെയും യാതൊരു നിലക്കും നഷ്ടമാവാതെ സുരക്ഷിതമായ വിധത്തില് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുവെങ്കിൽ അവിടെ വീണ്ടും ഒരു പ്രവാചകൻ വരിക എന്നത് അനിവാര്യമാകുന്നില്ല. അപ്പൊ ഒരു പ്രവാചകന്റെ ദൗത്യ നിർവഹണ മേഖല എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, അത് എത്ര കാലത്തേക്കാണ് ആ പ്രവാചകന്റെ ദൗത്യ നിർവഹണം ജനങ്ങൾക്ക് പ്രയോജനകരമാവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനൊരു ആസൂത്രണമുണ്ട്. നമുക്ക് അതിന്റെ ചരിത്ര പശ്ചാത്തലവും സംഭവ വികാസങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ചില ധാരണകളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അത് പക്ഷെ അള്ളാഹുവിന്റെ ആസൂത്രണത്തിൽ പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു ഇവിടെ പറയുന്നത്, ഇന്നാ അർസൽനാക ബിൽ ഹഖി ബശീറൻ വനദീറ, തങ്ങളെ സന്തോഷവാർത്ത നൽകുന്നവനും താക്കീതുകാരനും എന്ന നിലക്ക് ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയുള്ള ദൂതനായിട്ട് സത്യസന്ദേശവുമായിട്ട് നിയോഗിച്ചയച്ചിരിക്കുകയാണ് എന്നാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ പറയുന്നത്. വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു സമുദായവും അവരിൽ ഒരു താക്കീതുകാരൻ ഇല്ലാത്ത വിധത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോ ഈസാ അലൈഹി ഇസ്ലാം ഭൂമുഖത്ത് വന്നതിന് ശേഷം നൂറ്റാണ്ടുകൾ തന്നെ പിന്നിട്ട ശേഷമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അതിനിടക്ക് ദീർഘമായൊരു കാലമുണ്ട്. അപ്പൊ ഈ കാലയളവിലേക്ക് അള്ളാഹുവിന്റെ സംവിധാനം എന്താണ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം എത്രത്തോളം വ്യാപ്തിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അള്ളാഹുവിനൊരു നിശ്ചയമുണ്ട്. അള്ളാഹു ഒരു പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിന് ഏതൊക്കെ ഭൂപ്രദേശങ്ങളിലേക്കാണ് അതുകൊണ്ട് ലക്ഷ്യമിടപ്പെട്ടിട്ടുള്ളത്, അതുപോലെ എത്ര കാലത്തേക്കാണ് അത് പ്രവർത്തനക്ഷമമാവേണ്ടത് തുടങ്ങിയ വിധത്തിലുള്ള ഒരു സംവിധാനം, ഒരു ആസൂത്രണം അള്ളാഹുവിൻ്റെതായിട്ടുണ്ട്. അവസാനമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അത് വളരെ വ്യക്തമായും തന്നെ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദൗത്യമാണ് നിർവഹിക്കേണ്ടിയിരുന്നത്. മുഴു ലോകത്തിനുമുള്ള കാരുണ്യമായിട്ടാണ് അദ്ദേഹം നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമകാലികരുടെ കാര്യത്തിൽ മാത്രമല്ല, അന്ത്യനാൾ വരെയുള്ള എല്ലാ തലമുറകളുടെയും കാര്യത്തില് അദ്ദേഹം തന്നെയാണ് പ്രവാചകനായിട്ട് ദൗത്യം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തില് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തിലോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും. അതിനുള്ള മറുപടി ആ അവസാന പ്രവാചകൻ മുഖേന അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള അവന്റെ വേദഗ്രന്ഥം
യാതൊരു കേടുപാടും കൂടാതെ ഇവിടെ സംരക്ഷിക്കപ്പെട്ടു നിൽക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിത മാതൃക അതും സുരക്ഷിതമായി മനുഷ്യർക്ക് ആവശ്യമുള്ളവർക്ക് പഠന വിധേയമാക്കാവുന്ന വിധത്തിൽ ലഭ്യമാണ് എന്നതാണ് അതിനുള്ള മറുപടി. അപ്പൊ ഈ വിധത്തിൽ പ്രവാചക ദൗത്യം അതിന്റെ നിർവഹണം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ സമൂഹങ്ങളിലും അള്ളാഹുവിന്റെ താക്കീതുകാരായിട്ട് പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ഒരു സമൂഹവും താക്കീതുകാരനില്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല എന്ന കാര്യമാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇനി ഈ കൂട്ടര് താങ്കൾ ആരോടാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ആളുകളുണ്ടല്ലോ, ഈ വിശുദ്ധ ഖുർആന്റെ അനുവാചകരായ ആദ്യ തലമുറ, അവര് താങ്കളെ കളവാക്കി തള്ളുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദൂതനായി അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ് എന്ന കാര്യം താങ്കൾ അവരോട് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിഷേധിക്കുകയും അദ്ദേഹത്തെ കള്ളം പറയുന്നവൻ എന്ന് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഈ ആളുകളെ താങ്കളെ സത്യപ്പെടുത്താതെ താങ്കൾ കളവാക്കുകയാണ് എങ്കിൽ ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അതൊരു പുതിയ കാര്യമല്ല. ഇവർക്ക് മുമ്പുള്ള എത്രയോ തലമുറകള് ഇതുപോലെ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട്. അതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ആളുകളും തലമുറകളും സമൂഹങ്ങളും ഇതുപോലെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കളവാക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരിലേക്ക് അവരുടെ ദൂതന്മാര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ജാഅതുഹും, അവരിലേക്ക് വരികയുണ്ടായതാണല്ലോ. റുസുലുഹും, അവരുടെ ദൂതന്മാർ, അള്ളാഹു അവരിലേക്കായിട്ട് നിയോഗിച്ചയച്ച ദൂതന്മാർ അവരുടെ അടുക്കിലേക്ക് വരികയുണ്ടായതാണ്. എങ്ങനെയാണ് അവർ വന്നിട്ടുള്ളത്? ബിൽ ബയ്യിനാത്തി വബിൽ സുബ്രി വബിൽ കിതാബ്, വ്യക്തമായ ബയ്യിനാത്തുമായിട്ടാണ്. അള്ളാഹുവിന്റെ ദൂതന്മാരാണ് തങ്ങൾ എന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. തെളിമയുള്ള തെളിവുകളാണ്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവുമായിട്ടാണ് ഓരോ പ്രവാചകനും തന്റെ സമൂഹത്തിലേക്ക് വരികയുണ്ടായത്. ബിൽ ബയ്യിനാത്ത് എന്ന് പറയുന്നത് അതാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ, തെളിമയുള്ള ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളുമായിട്ടാണ് എല്ലാ ദൂതന്മാരും വന്നിട്ടുള്ളത്. പ്രവാചകനാണ് എന്നത്, ദൈവിക ദൂതനാണ് എന്നത് ആ തലമുറയിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില തെളിവുകളുമായിട്ടാണ് എല്ലാ പ്രവാചകന്മാരുടെയും വരവ്. അതുപോലെ തന്നെ വബി സുബുർ, ഏടുകളുമായിട്ടാണ് അവരുടെ വരവ്. രണ്ടാമത്തെ ഒരു സംഗതിയാണ്. പ്രവാചകനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള അടയാളങ്ങളാണ് ബയ്യിനാത്തുകളെങ്കിൽ സുബുർ എന്നത്, സബൂർ എന്നതിന്റെ വേറൊരു രൂപം, ബഹുവചനം. എന്താണത്? അത് സതുപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഏടുകളാണ്. പ്രവാചകന്മാര് ചിലര് ദൈവിക മാർഗദർശനത്തിന്റെ സമ്പൂർണമായ രേഖകളുമായിട്ടല്ല വരാറുള്ളത്. തൊട്ടു മുമ്പേ ദൗത്യ നിർവഹണം നടത്തിയ പ്രവാചകൻ പഠിപ്പിച്ച സംഗതികളുടെ ഒരു ഓർമ്മപ്പെടുത്തലും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാരോപദേശവും ഒക്കെ അടങ്ങിയ ഏടുകളുമായിട്ടാണ് ചില പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വേറെ ചില പ്രവാചകന്മാർ വബിൽ കിതാബ്, അവര് സമഗ്രമായ ദൈവിക മാർഗദർശനം അടങ്ങിയ കിതാബുമായിട്ടാണ്, വേദഗ്രന്ഥവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ 3 കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകന്മാര് അവരെ നിയോഗിച്ച് അയച്ചിട്ടുള്ള സമൂഹങ്ങളിലേക്ക് വന്നത് ഒന്ന് ബയ്യിനാത്തുമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവര് പ്രവാചകരാണ് എന്നത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിലുള്ള തെളിവുകൾ.
രണ്ടാമത്തത് അവരിൽ ചിലരെങ്കിലും ജുബുറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓർമ്മപ്പെടുത്തൽ, സാരോപദേശം ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത്. അത് തൊട്ടു മുമ്പുള്ള ദൈവിക ദൂതൻ നിർവഹിച്ച ദൗത്യം ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്ന വിധത്തിൽ ആ സംഗതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ചില സാരോപദേശങ്ങൾ നൽകിക്കൊണ്ട് അവര് വഴിതെറ്റി പോകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ എന്ന നിലക്ക് നിർവഹിക്കപ്പെടുന്ന ഒരു സംഗതി. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് കിതാബാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്. കിതാബ് അതിന്റെ പൂർണ്ണതയോടുകൂടിയുള്ള ദൈവിക മാർഗദർശനം അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥം. അല്ലെങ്കിൽ അതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ലാത്ത വിധത്തിലാണുള്ളത്. സമ്പൂർണമായ സമഗ്രമായ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് വ്യക്തതയും വെളിച്ചവും ഒക്കെ നൽകുന്ന വിധത്തിലുള്ള വേദഗ്രന്ഥം. ഇതുമായിട്ടാണ് അൽ മുനീർ എന്നാണ് തുടർന്ന് വേദഗ്രന്ഥത്തിന് അള്ളാഹു പരാമർശിക്കുന്നത്. വബിൽ കിതാബിൽ മുനീർ, വെളിച്ചം പ്രസരിപ്പിക്കുന്ന വേദഗ്രന്ഥവുമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ദൂതന്മാര് ജനങ്ങളുടെ അടുക്കലേക്ക് വന്നത് ബിൽ ബയ്യിനാത്തി വബിൽ സുബിരി വബിൽ കിതാബിൽ മുനീർ, പ്രകാശം പരത്തുന്ന വെളിച്ചം പകരുന്ന വേദഗ്രന്ഥവുമായിട്ട്. അപ്പോ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് തെളിയിക്കുന്ന ബയ്യിനാത്തുകള്, അതുപോലെ പൂർവിക പ്രവാചകന്മാര് നിർവഹിച്ച ദൗത്യത്തിന്റെ ഒരു ശക്തിപ്പെടുത്തൽ എന്ന നിലക്ക് സാരോപദേശങ്ങൾ അടങ്ങിയ ഏടുകളുമായി, അതല്ലെങ്കിൽ സമ്പൂർണവും സമഗ്രവുമായ പ്രകാശം പരത്തുന്ന ദൈവിക മാർഗദർശനത്തിന്റെ പൂർണ്ണത അടങ്ങിയിട്ടുള്ള സമ്പൂർണമായ വേദഗ്രന്ഥം, ഇവയൊക്കെയുമായിട്ടാണ് ദൂതന്മാര് നിയോഗിച്ചയക്കപ്പെടുകയുണ്ടായത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് സുമ്മ അഖദ്തുൽ ലദീന കഫറു, പിന്നീട് നാം നിഷേധിച്ച് തള്ളിയ ആളുകളെ പിടികൂടുകയുണ്ടായി. അപ്പൊ അള്ളാഹുവിന്റെ ദൂതൻ നിയോഗിച്ചയക്കപ്പെടുന്നത് ഒരു തമാശയായിട്ടല്ല. ദൈവിക ഗ്രന്ഥം അവതരിപ്പിക്കപ്പെടുന്നത് ഒരു അങ്ങനെയും കിടക്കട്ടെ എന്ന നിലയ്ക്ക് ഒരു തമാശക്ക് അയക്കുന്നതല്ല. നിർണായകമായ ഒരു വേർതിരിവുണ്ടാക്കുന്ന ഒരു ചരിത്ര സംഭവമായിട്ടാണ് പ്രവാചക ദൗത്യവും അതുപോലെ വേദഗ്രന്ഥത്തിന്റെ അവതരണവും ഒക്കെ സംഭവിക്കുക. അവിടെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ആളുകൾ വേർതിരിക്കപ്പെടും. അതാണ് അതിന്റെ സ്വഭാവം. ആളുകൾ ഒന്നുകിൽ പ്രവാചകന്മാരെ സത്യപ്പെടുത്തിക്കൊണ്ട് ദൈവിക മാർഗദർശനം പൂർണ്ണ മനസ്സോടുകൂടി അവര് ഏറ്റുവാങ്ങും. അതനുസരിച്ചുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് അവർ വരും. അതല്ലെങ്കിൽ പ്രവാചകനെ നിഷേധിക്കുകയും അദ്ദേഹം പച്ചക്കള്ളമാണ് പറയുന്നത്, വ്യാജനാണ്, ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നേരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ആണ് അവർ നിലപാട് സ്വീകരിക്കുക. അവര് നിഷേധികളായിരിക്കും. ദൈവികമായിട്ട് വെളിപ്പെടുത്തപ്പെട്ട ആ യാഥാർത്ഥ്യങ്ങളെ അവര് കളവാക്കും. അതിലടങ്ങിയിട്ടുള്ള അവരെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തിലുള്ള സത്യം അവർ മൂടിവെക്കുകയും ചെയ്യും. അതാണ് അവരുടെ സ്വഭാവം ഉണ്ടാവുക. അല്ലദീന കഫറു, കഫറ എന്ന് പറഞ്ഞാൽ മൂടിവെക്കുക എന്ന് കൂടി അർത്ഥമുണ്ട്. നിഷേധിക്കുക എന്ന പോലെ തന്നെ മനസ്സിലാക്കിയ സത്യം മൂടിയിടൽ കൂടിയാണ് കഫറ എന്ന വാക്കിന്റെ സൂചന. അപ്പൊ ഈ ആളുകൾ ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ സത്യവിശ്വാസത്തിന്റെ മാർഗം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ നീങ്ങുന്നവനായി മാറും. അതല്ലെങ്കിൽ അവര് ആ പ്രവാചകനെ നിഷേധിക്കുന്നവരായിട്ട് മാറും. അപ്പോ സുമ്മ അഖദ്തുൽ ലദീന കഫറു, പിന്നീട് അതിനെ തുടർന്ന് നിഷേധികളെ നാം പിടികൂടും, ഞാൻ പിടികൂടും. അഖദ്തു എന്നാണ് പറയുന്നത്, ഏകവചനത്തിലാണ്. ചിലയിടങ്ങളിൽ അള്ളാഹു ബഹുവചനത്തില് നാം എന്ന നിലക്ക് സംസാരിക്കുന്ന കാണാം. വേറെ ചിലയിടങ്ങളിൽ ഇതുപോലെ ഏകവചനത്തിലും സംസാരിക്കുന്നത് കാണാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നൊരായത്ത് വിശുദ്ധ ഖുർആനിൽ കാണാം. ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ
ഏകവചനത്തിലാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ. അതേപോലെ ഇവിടെ സുമ്മ അഖദ്തുൽ ലദീന കഫറു, പിന്നീട് അതിനെ തുടർന്ന് നിഷേധികളെ ഞാൻ പിടികൂടും. ഫകൈഫ കാന നകീർ. അപ്പോ നമ്മുടെ പിടികൂടൽ, നമ്മുടെ ആ കഠോരമായ ശിക്ഷ എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്നത് ഒന്ന് നോക്കി കണ്ടു നോക്കൂ, ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കൂ. ഇതാണ് അള്ളാഹു തുറന്നു പറയുന്നത്. ഫകൈഫ കാന നകീർ. നകീരി എന്നാണ് അത് വ്യാകരണപരമായിട്ട് കൃത്യതയോടെ വായിക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. നകീരി, നമ്മുടെ ശിക്ഷ, നമ്മുടെ നടപടി എത്ര കഠിനമായിരുന്നു എന്നൊരു ചോദ്യമാണ്. അതൊരു ആശ്ചര്യപ്പെടൽ കൂടിയാണ്. ഫകൈഫ കാന നകീർ. നകീരി എന്നാണ് അതിന്റെ ഘടന. നകീരി എന്ന് പറഞ്ഞാൽ എന്റെ ശിക്ഷ. പക്ഷെ പാരായണത്തില് അത് ഉണ്ടാവാറില്ല. അത് അവസാനത്തെ ഹറക്കത്തില് അത് വ്യക്താവും. നകീരി എന്നാണ്. നകീരി എന്നത് എന്റെ ശിക്ഷ. അപ്പോ അവസാനത്തിൽ നമുക്ക് കസറ് കാണാം. അതതിന്റെ സൂചനയാണ്. ഇപ്പൊ കൈഫ കാന നകീർ, നമ്മുടെ ശിക്ഷ എത്ര കഠിനമായതായിരുന്നു എന്ന ഒരു ചോദ്യം. അതൊരു ആശ്ചര്യപ്പെടലാണ്. അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടലാണ്. ഒന്ന് നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി കാര്യങ്ങളൊന്ന് ഉൾക്കൊണ്ടു നോക്കൂ എന്ന വിധത്തിൽ പറയൽ കൂടിയാണ്. അപ്പൊ അള്ളാഹു ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്, അള്ളാഹുവിന്റെ പ്രവാചകൻ ദൗത്യ നിർവഹണത്തിന്റെ ആ ഘട്ടത്തിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രത്യേകമായ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, ജനങ്ങൾ തിരസ്കരിക്കുന്നതിനെ തങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ ഉള്ള ഒരു കാര്യമാക്കി കാണരുത്. കാര്യങ്ങൾ അവരെ അറിയിക്കാം, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. താങ്കളെ നിയോഗിച്ചിരിക്കുന്നത് ഒരു താക്കീതുകാരൻ മാത്രമായിട്ടാണ്. സത്യം അവർക്ക് സന്തോഷ വാർത്ത എന്നുള്ള നിലക്കും താക്കീതുകാരൻ എന്നുള്ള നിലക്കും ഒക്കെ അവരെ അറിയിക്കുക. എല്ലാ സമൂഹങ്ങളിലേക്കും ദൂതന്മാരും താക്കീതുകാരും ഒക്കെ പോയിട്ടുണ്ട്. ഈ കൂട്ടര് താങ്കളെ നിഷേധിച്ച് തള്ളുന്നുവെങ്കിൽ, കളവാക്കുന്നുവെങ്കിൽ, ഇതിനു മുമ്പ് കഴിഞ്ഞ പല സമൂഹങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരിലേക്ക് പ്രവാചകത്വം ബോധ്യപ്പെടുത്തുന്ന തെളിവുകളുമായിട്ടും സാരോപദേശങ്ങൾ അടങ്ങിയ ഏടുകളുമായിട്ടും സമഗ്രമായ ദൈവിക മാർഗദർശനം അടങ്ങിയിട്ടുള്ള സമ്പൂർണമായ വേദഗ്രന്ഥവുമായിട്ടും ഒക്കെ ദൂതന്മാര് വരികയുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് വന്നതിന് ശേഷം പിന്നെ അള്ളാഹു നിഷേധികൾക്ക് തുടർന്ന് അവസരം കൊടുക്കാറില്ല. അവരെ അള്ളാഹു പിടികൂടുന്നു. അള്ളാഹു അതികഠിനമായ ശിക്ഷക്ക് അവരെ വിധേയമാക്കുകയും ചെയ്യുന്നു. ഇതാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രതിഭാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൗത്യ നിർവഹണം കഴിഞ്ഞിട്ടില്ല. അത് അവസാന കാലം വരെ നീണ്ടു നിൽക്കുന്നതാണ്. അന്ത്യനാൾ വരേക്കുള്ള ദൗത്യ നിർവഹണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ടും വിശദീകരണങ്ങളായിട്ടും ഒക്കെ നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം അള്ളാഹുവിന്റെ ദൂതൻ എത്തിച്ചു തന്നത് നമ്മുടെ മുന്നിലുണ്ട്. അതിന് വിശദീകരണമായിട്ട് അതിന്റെ പ്രായോഗിക കർമ്മ രൂപമായിട്ട് അദ്ദേഹം നൽകിയിട്ടുള്ള മാർഗദർശനവും നമ്മുടെ മുന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതന്റെ ദൗത്യ നിർവഹണം ഇന്നും സജീവമായി പലരിലൂടെയുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആര് ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ചുമതലപ്പെടുത്തപ്പെട്ട ആ ദൗത്യം തന്നെയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ കാലാവധി അന്ത്യനാൾ വരെയാണ് എന്നതാണ് വസ്തുത. അത് ഖുർആൻ വ്യക്താക്കിയിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തു ഫാത്തിറിലെ 24 മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായിട്ടുള്ളത്.
അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.